എന്താ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും മിണ്ടാത്തെ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരാണ് ഈ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല. അല്ല അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കണ്ടേ? അവന് അതിനു വേണ്ടിയുള്ള ഓട്ടത്തില്ല. അതിനുമ്പോ മീനെ കെട്ടിച്ചോന്നു. നല്ല കാര്യം അല്ലേ? ഈ അമ്പാടിയുടെ വകയിലേ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നു. പുള്ളിക്കാരെ ഗൾഫിലാ അല്ലേ? പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അല്ല അതല്ലേ അതിന്റെ ഒരു മര്യാദ. അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയേ വേണ്ട. അവൾ ഈ പ്രേമിക്കുന്ന ടൈപ്പൊന്നല്ല. പിന്നെ അവള് വലിയ നല്ല പിള്ളയല്ലേ? പിന്നെ നല്ല പിള്ളയാണ്, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. ശലഭ ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി? കാര്യം പറ. ഫോർമാലിറ്റി ഒന്നുമില്ല. മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. സീക്രട്ട് ആയിരിക്കണം. ഒരാള് പോലും ഇത് അറിയരുത്, പ്രത്യേകിച്ച് അവള്. ശരി, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം. പോവാണോ? ശരി. ആഹാ, 3 പേരുണ്ടല്ലോ. അതെ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്. ആങ്ങളേക്ക് ഫീൽ ആവോ? എന്താ കാര്യം പറ. ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില്ല. സംഭവം ആകപ്പാടെ 2-3 പേർക്കേ അറിയൂ. പക്ഷെ ഭയങ്കര സീരിയസാ. പേരെന്താ? പേര് അൻവർ ഷെരീഫ്. അൻവറെ കോളേജില് ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ്. ജോസേട്ടാ, ഒരാളിപ്പനെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. എൻ്റെ അടുത്ത് വരും. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. എന്താ? കല്യാണം. പൈലറ്റ്, ഡോക്ടർ, കളക്ടർ, എഞ്ചിനീയർ. അമ്മേ, കല്യാണം കഴിക്കാൻ ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ ആരെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ എനിക്ക് തറവാട്ടിൽ പിറന്ന പെണ്ണിനെ മതി. അതിനല്ലേ നമ്മുടെ തറവാടി മാട്രിമോണി. തറവാടി മാട്രിമോണി, തറവാട്ടിൽ പിറന്ന തലമുറയ്ക്കായി തറവാടികളുടെ നമ്പർ 1 ചോയ്സ്. താൽക്കിട്ടുന്നതിന് മുമ്പ് തലക്കുറിയും ജാതകവും ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക. സർ, പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ? കറക്റ്റ് ആണോ എന്ന്? ഗോഡ് ഫിയറിംഗ്, ഹോംലി, വെൽ ഡിസിപ്ലിൻഡ്, വെൽ മാനേഡ്, ഇതൊക്കെ പോരെ സർ ഡിസ്ക്രിപ്ഷനിൽ? മതി. വെൽ ഡിസിപ്ലിൻഡ് മതി. അത് തന്നെ ധാരാളം. വെൽ ഡിസിപ്ലിൻഡ് അത് മതി. സർ, ഇതാ ബില്ല്. ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് സർ. സർ, ഞാൻ ലോഗ് ഔട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ ദേ നോക്കിയ ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. കണ്ടില്ലേ സാർ, ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലുകൾക്കിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ജീവൻ രാജ് പേടിച്ചു പോയല്ല. എനിക്കറിയില്ല. അല്ല, 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രീമിയം ക്ലയന്റ്. 3 വർഷമല്ലേ? മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം. പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ജാടയാ? അല്ല, പുള്ളി ഭയങ്കര ചൂസിയ. ആരെ ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പെങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ ഞാനെന്ത് പറയാനാണ് സാർ? വെരി ലക്കി അല്ലേ? നല്ല ഉഗ്രം പയ്യനാണ് ചേട്ടാ. 2 പ്രൊഫൈലും വളരെ മാച്ചിങ് ആണ്. 90% മാച്ചിങ്. നോൺ ആൽക്കഹോളിക്, നോ സ്മോക്കിംഗ്. പിന്നെ ആളും വെൽ ഡിസിപ്ലിൻഡ് ആണ്. അതെ സർ, താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ? കൊടുക്കാം. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ. ഓക്കെ സർ. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് നിന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ? ധൃതി പിടിച്ച് കല്യാണ പരിപാടിയൊക്കെ വേണോ? എനിക്കിത് അറിയോ? അതിനുള്ള പുരോഗമനമൊക്കെ എനിക്കായിട്ടുള്ളൂ. ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ അറിയുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടണം. സംസാരിച്ചിടത്തോളം അവർ നല്ല പാർട്ടിയാ. ഈ ഞായറാഴ്ച കാണാൻ വരാന്ന് പറഞ്ഞു. അതിന് അവള് സമ്മതിക്കും? അവള് സമ്മതിച്ചേ പറ്റൂ. നീ നൈസായിട്ട് വേണം ഇത് ഡീൽ ചെയ്യാൻ, അലമ്പാക്കരുത്. അവസ്ഥ ഇതായി പോയില്ലേ? എന്നാ ശരി, നീ വിളിക്ക്. ദൈവത്തിനാണോ? വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോട്ടെ.
അൻവർ ഷെരീഫ്, മീരയുടെ ക്ലാസ്മേറ്റ് ആണ്. ഈ വഴി പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ. പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി. മനുബ്രോ PWD-യിലല്ലേ? ആ. സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ തിരക്കാണല്ലോ. അപ്പൊ ശരി ശരി, ഇറങ്ങട്ടെ. നല്ല പയ്യൻ, ഗുരുത്തുള്ളവനാ. ശരി അമ്മേ, സൂപ്പർ ചേട്ടൻ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വന്നല്ല. ഇതിന് മാത്രം കാപ്പി എവിടെ ഇരിക്കുന്നു? ഞാനും വരുക. നീ വരണ്ട, നീ പോയേ. എന്താണ് പ്രശ്നം? ആ ക്രിസ്ത്യാനി ചെക്കൻ സമ്മതിച്ചില്ലേ? അവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. അമ്മേ, ഏട്ടാ എന്താന്ന് വെച്ചാ പറ, എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ. അമ്മ ഒന്ന് വാ. അമ്മേ, 2 കാപ്പി, 1 മസാല ദോശ. ശരി. വട വേണ്ട. എടാ, എന്തുവാണെങ്കിലും നീ ഒന്ന് പറ, എന്തുവാ കാര്യം? അമ്മ ദോശ കഴിക്ക്. അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിലാണ്. എന്തുവാ? അപ്പൊ ആ ക്രിസ്ത്യാനി ചിക്കനോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണമ്മേ. അമ്മേ, അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാർ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് വല്ല കടുങ്ങയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്തു വെച്ചെല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? അതിനിങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങള്. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുവൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയുകയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കോ. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അമ്മ അയലൊക്കത്തെ കൊച്ചിനെ കുറ്റം പറയുന്നത്? ജീവൻ രാജ്, അമ്മ, അമ്മ, മുറിവേറ്റ ഈ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത്. അരെ വാ, ജീവൻ രാജ് ഒട്ടും പൈങ്കിളിയല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമഃ. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ. ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നവരല്ലേ? അവരവരുടെ പേരുകൾ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. കുറിപ്പേട്ടോ, ഒന്നിങ്ങ് വന്നേ. ആ, ഓ, മറ്റേ ആലോചനയുടെ കാര്യം എന്തായി? ആ UK-കാരെ അവർക്കതിൽ താല്പര്യമുണ്ടെന്ന്. അതെ, നമുക്കെന്തിനാ ഈ അന്യനാട്ടിൽ കിടക്കുന്നവരെ? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്? ഞാനിനി മോഹൻലാലിനോട് എന്ത് പറയും? പിന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി. ഒരു ക്ലർക്കായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ട പയ്യൻ. ചേടാ, അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ? പ്രസിഡന്റ്, അല്ല, ഒന്ന് വരൂ. മനുവേ കേറുന്നില്ലേ? സെക്രട്ടറി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ല, ഒരു ചെറിയ തിരക്കിലായി പോയി. നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണാലോചന ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും. ഓഹോ, കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങില്ലേ? അയ്യോ, ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. ജഗദമ്പിള വിടാം.
പയ്യന്റെ പേരെന്താ പറഞ്ഞേ? ജീവൻ രാജ്. ജീവൻ രാജ്. നല്ലവരാ. ജീവൻ രാജ്. മനമോഹൻ. നൈസ് നെയിം. ജീവൻ രാജ്. വരൂ. പുഞ്ചിരി കൂടുതലാണല്ലോ നിങ്ങൾ. ഹാപ്പി മാൻ. അത് നന്നായി. ഇത് അമ്മ, ഇത് ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കാം. ഇവനും എഞ്ചിനീയറിംഗിനാ, അങ്ങ് തമിഴ്നാട്ടിലാ, സെക്കൻഡ് ഇയർ. ടോപ്പറാ. അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര, മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തലിക്കേറ്റ് കോളേജ്, M.Com ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം.